ഈ വർഷത്തെ വായനാ ദിനത്തോടനുബന്ധിച്ച് സ്കൂളിലൊരു കഥ പറയൽ മത്സരം നടത്തുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ജിലേബി കുട്ടിയുടെ പേര് കൊടുത്തിരുന്നു. അപ്പം സ്കൂൾ ബസ് വരുന്ന മുന്നേ അതൊന്ന് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയാണ്. അത് കഴിഞ്ഞ് സ്കൂൾ വിട്ട് വന്നപ്പോൾ അവൾ പറഞ്ഞു അവൾക്ക് തന്നെയാണ് ഫസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് എന്നാൽ കഥ ഒന്ന് റെക്കോർഡ് ചെയ്താലോ. ടയേർഡ് ആണെങ്കിലും പാവം നമ്മളെ ജിലേബി കുട്ടി വേഗം അതിനെ സമ്മതിച്ചു കേട്ടാ. അപ്പോൾ നമുക്ക് ആ സ്റ്റോറി ഒന്ന് കേട്ടാലോ. അവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്ന കഥ 2 മൺകുടങ്ങൾ. ഒരിക്കൽ ഒരിടത്ത് ഒരു കൃഷിക്കാരൻ ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ നല്ലവരും അധ്വാനിയുമായിരുന്നു. അദ്ദേഹത്തിന് വെള്ളം കോരാൻ 2 മൺകുടങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹം ദിവസവും പുഴയിൽ പോയി 2 മൺകുടങ്ങളിലും വെള്ളം നിറച്ച് വീട്ടിൽ കൊണ്ടുപോകുമായിരുന്നു. ഒരു ദിവസം വെള്ളം കോരുന്നതിൻ്റെ ഇടയിൽ ഒരു മൺകുടം പൊട്ടി അതിന് വിള്ളലുണ്ടായി. അതിനുശേഷം കൃഷിക്കാരൻ കോരുന്ന വെള്ളമെല്ലാം ഈ പൊട്ടിയ കുടത്തിന്റെ വിള്ളലിൽ കൂടെ പോകുമായിരുന്നു. വീട്ടിലെത്തിയപ്പോൾ ആകെ അരക്കുടം വെള്ളം മാത്രമേ മിച്ചമുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ പൊട്ടാത്ത കുടം പൊട്ടിയ കുടത്തിന് എപ്പോഴും കളിയാക്കും. നീ പൊട്ടിയതാണ്, നിന്നെ കൊണ്ട് യജമാന് യാതൊരു ഉപകാരവുമില്ല, അധികം വൈകാതെ നിന്നെ കളയും, എന്നെ കൊണ്ടാണ് യജമാൻ കൂടുതൽ ഉപകാരം. ഇത് കേട്ട പൊട്ടിയ കുടത്തിന് ഒരുപാട് സങ്കടമായി. പക്ഷേ ആ പൊട്ടിയ കുടത്തിനെ കൃഷിക്കാരൻ കളഞ്ഞില്ല. ഒരുപാട് നാൾ വീണ്ടും അതിൽ തന്നെ വെള്ളം കോരുമായിരുന്നു. ഒരു ദിവസം വെള്ളം കോരിക്കൊണ്ടു പോകുമ്പോൾ പൊട്ടിയ കുടം അദ്ദേഹത്തിനോട് പറഞ്ഞു, യജമാനെ, എന്നെ കൊണ്ട് നിങ്ങൾക്ക് യാതൊരു ഉപകാരവും ഇല്ലല്ലോ. നിങ്ങൾ കോരുന്ന പകുതി വെള്ളവും ഞാൻ പാഴാക്കി കളയുകയാണ്. എന്നെ കളഞ്ഞിട്ട് നിങ്ങൾ പുതിയൊരു മൺകുടം വാങ്ങിയാലും. ഇത് കേട്ട കൃഷിക്കാരൻ പറഞ്ഞു, ആര് പറഞ്ഞു നിന്നെ കൊണ്ട് എനിക്കൊരു ഉപകാരവുമില്ലാന്ന്? നീ വഴിയിലേക്കൊന്ന് നോക്കിയേ, എന്തുമാത്രം ചെടികളും പൂക്കളും പച്ചക്കറികളാണ് ഇവിടെ വളർന്നു നിൽക്കുന്നത്. നിന്റെ വിള്ളലിൽ കൂടെ പോകുന്ന വെള്ളമെല്ലാം ഈ ചെടിയിലേക്ക് വീണിട്ടാണ് എല്ലാം ചെടികളും ഇത്രത്തോളം വളർന്നത്. അതുകൊണ്ട് നീയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഉപകാരം. ഇത് കേട്ട പൊട്ടിയ കുടത്തിന് ഒരുപാട് സന്തോഷമായി. പൊട്ടാത്ത കുടമോ? ഇത് കേട്ട പൊട്ടാത്ത കുടത്തിന് നാണിച്ച് തല കുനിച്ച് പൊട്ടിയ കുടത്തിനോട് ക്ഷമ ചോദിച്ചു. ഇതിന്റെ ഗുണപാഠം എന്താണ്? മറ്റുള്ളവരുടെ കുറവുകൾ കണ്ട് നാം ഒരിക്കലും അവരെ കളിയാക്കാൻ പാടില്ല. നമുക്ക് എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ നാം ദുഃഖിതരാവാനും പാടില്ല. എല്ലാ കുറവുകളും നന്മയാക്കി തീർക്കാൻ ദൈവത്തിന് സാധിക്കും. നന്ദി, നമസ്കാരം.